പോലീസ് വാഹനം സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി ജുവിൻ രാജു മരിക്കുകയും സഹപാഠിയായ അനന്തുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് 5000 കത്തുകൾ അയച്ച് ജനകീയ കൂട്ടായ്മ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് വാഹനം സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി ജുവിൻ രാജു മരിക്കുകയും അനന്തുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായി. അപകടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അനന്തുവിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് 5000 കത്തുകൾ അയച്ചു. കൂടൽമാണിക്യം ദേവസ്വം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് CK ഗോപി കത്തുകൾ ഏറ്റുവാങ്ങി. ജനകീയ കൂട്ടായ്മ ചെയർമാൻ TT ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. ജുവിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയാം. ജുവിൻ്റെ അമ്മയെ അറിയുന്നത് ബീന ചേച്ചിയുടെ പ്രിയമുള്ള അപ്പനിലൂടെയാണ്. താഴേക്കാട് ഒരുപാട് മനുഷ്യരുടെ മനസ്സുകളിൽ ജീവിക്കുന്ന വ്യക്തിത്വമായി ഏതെങ്കിലുമൊക്കെ വീടുകളിൽ മരണം നടക്കുമ്പോൾ സങ്കടമുള്ള നിമിഷങ്ങളാണെങ്കിലും ആ നിമിഷങ്ങളിൽ അവരെ ബലപ്പെടുത്തി മരിച്ചവരുടെ കണ്ണ് ദാനം ചെയ്യാനായിട്ട് ശ്രേഷ്ഠമായ ഒരു നേതൃത്വം നൽകി. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോഴും നന്മ നിറഞ്ഞ മനസ്സോടെ ഓർമ്മിക്കുന്ന ഒരപ്പൻ്റെ മോളാണ് ഈ ബീന ചേച്ചി. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലും നല്ലൊരു അമ്മയായി, നല്ല ഭാര്യയായി, നല്ല സഹോദരിയായി, നല്ല മകളായി ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരിക്കുന്നുള്ളിലും ഞങ്ങളുടെ ഹൃദയ പാലിറ്റുകാരനോട് ചേർന്ന് ഒരു വലിയ നന്മ ചെയ്യുന്നൊരമ്മയും കൂടിയാണ് പ്രിയമുള്ള ബീന ചേച്ചി. മീഡിയ ടൈം ആളൂർ.